നമുക്കറിയാം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു തീപിടുത്തം തന്നെയാണ് ഇന്നലെ കോഴിക്കോടുണ്ടായത്. കോഴിക്കോടുണ്ടായ ഈ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെയും പക്ഷേ വ്യക്തമായിട്ടില്ല. പ്രദേശത്ത് ഇന്ന് വിവിധ വകുപ്പുകളുടെ പരിശോധന നടക്കും. തീ അടയ്ക്കാൻ വീഴ്ചയുണ്ടായെന്ന ആരോപണത്തിലും അന്വേഷണമുണ്ടാകും. ഇന്നലെ വൈകിട്ട് മുവ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ കടകളിലേക്ക് പടർന്ന തീ മണിക്കൂറുകൾക്ക് ശേഷമാണ് നിയന്ത്രണ വിധേയമായത്. MS അനീഷ് കുമാർ ഉണ്ട് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായത്, പക്ഷെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. അതിനിടയിൽ പലവിധ ആരോപണങ്ങളും ഉയരുന്ന സാഹചര്യം. തീ അണയ്ക്കാൻ താമസമുണ്ടായി, തീ അണയ്ക്കുന്നതിന് കൂടുതൽ സമയമെടുത്തു, അത്തരത്തിൽ പലവിധ ആരോപണങ്ങളും നിലനിൽക്കുന്ന സാഹചര്യം. ഈ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഏത് തരത്തിലുള്ള പ്രാഥമിക വിലയിരുത്തലുകളാണ് ഉള്ളത്? ആര്യ, വളരെ ഗൌരവതരമായ അന്വേഷണം നടക്കേണ്ട ഒരു വിഷയം തന്നെയാണ് മുഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ ഇന്നലെ ഉണ്ടായ തീപിടുത്തം. ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. തീയൊന്ന് അണയ്ക്കാൻ പോലും 5.5 മണിക്കൂറിലധികം എടുത്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തീ ഒരു തരത്തിലും പിടികിട്ടാത്ത വിധം മുന്നോട്ട് പോവുകയായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ ഈ അഗ്നിശമന സംവിധാനങ്ങൾ എത്തിയതിൽ പിഴവുണ്ടായി എന്ന ആരോപണമുണ്ട്. നഗരത്തിൽ ഉണ്ടാവേണ്ട ഫയർഫോഴ്സിന്റെ സേനാ വിഭാഗങ്ങളെ ഇവിടെ വിന്യസിക്കാതിരുന്നതാണ് അപകടത്തിന് കാരണം, അല്ലെങ്കിൽ ഇതിന്റെ തോത് വർദ്ധിപ്പിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളും ഉയർന്നിരുന്നു. എന്തായാലും നമ്മൾ ഇന്നലെ വലിയ തീയിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തെക്കുറിച്ച് കാര്യമായ ഒരു വിവരം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ ആ കെട്ടിടത്തിന്റെ ഉത്തരകളിലേക്ക് ഈ പുറത്തുനിന്നാണെങ്കിൽ പോലും കടക്കാൻ കഴിയും. നമുക്ക് നോക്കാം. ഈ മുഫ്യൂസിൽ ബസ് സ്റ്റാൻഡിന്റെ ഈ കെട്ടിടം ഒരു പവലിയൻ പോലുള്ള ഒരു മുൻവശമാണ് ഉള്ളത്. അതിന് പിൻവശത്ത് ഷട്ടറിട്ട ഭാഗമുണ്ട്. അതാണ് കെട്ടിടത്തിന്റെ മർമ്മഭാഗം. ഈ കെട്ടിടത്തിന് ഇപ്പുറത്തേക്കുള്ള ഈ അനധികൃത നിർമ്മാണമാണ് ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. നമുക്കിപ്പോൾ നാട്ടുകാരും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവരും തന്നെ ഉണ്ട്. ചേട്ടാ, ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം അല്ലെ, നിർമ്മിതി അത് അനുമതി കിട്ടിയത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ് അറിയേണ്ടത്. അത് മാത്രമല്ല, ഇവിടെ ഒരു ഡോർമെട്രി ഉണ്ടായിരുന്നു. ഈ 3 വർഷം മുമ്പേ ഈ ഡോർമെട്രി പ്രവർത്തിച്ചിരുന്നതാ. ഈ ഡോർമെട്രി ഇപ്പോൾ അപ്രത്യക്ഷിതമായിരിക്കുക. അത് ആ സ്ഥലം പാട് ആരെ കയ്യിലാണെന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ഇതേ സാധാരണക്കാരന് ബസ് യാത്രക്കാരൻ വന്നിട്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ അവന് 50 ഉറുപ്പ്യ കൊടുത്തിട്ട് ആ ഡോർമെട്രിയിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളാണ് ഇല്ലാതായിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ആരെ കയ്യിലാണെന്നുള്ളത് അറിയാം. ഒരു കോർപ്പറേഷനിൽ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് ഒരു മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ 100 നൂലാമലകളാവാം ഒരു പാവപ്പെട്ടവനോട് ചെയ്യുന്നത്. അതേസമയത്ത് ഈ ഇതുപോലുള്ള വൻകിടക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും അവന്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കാം. അതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? ഒക്കെ ഒരു തെറ്റായിട്ടുള്ള ഒരു നടപടിയല്ലേ. പിന്നെ യാതൊരുവിധ സുരക്ഷിതമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതാണ് ഈ ബിൽഡിംഗ് തന്നെ പ്രവർത്തിക്കുന്നത്. ഈ കാണുന്ന ഒരു ഇതുമില്ല. കാണുന്നിടത്ത് അങ്ങോട്ടുള്ള ആ എൻട്രൻസ് ആണത്. ആ എൻട്രൻസ് ആണ് വരാന്താണ്. ഇതുപോലുള്ള വരാന്ത. ആ വരാന്താണ് കെട്ടിയടിച്ചിരിക്കുന്നത്. ഇവർ ഈ കോലത്തിൽ കാറ്റും വെളിച്ചും കയറാത്ത രൂപത്തിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നത്. താഴെയുള്ള സ്ഥലം പോലെ തന്നെ ഈ എൻട്രൻസ് തന്നെയാണ് അതിനും. അവിടെ ഈ ഷട്ടർ മാത്രമുള്ളൂ ഇവർക്ക് അവകാശപ്പെട്ടിരിക്കുന്നത്. ഷട്ടറിന്റെ പുറത്തേക്കുള്ള എൻട്രൻസ് വഴി നടക്കാനുള്ളതാ. ആ വഴി നടക്കാനുള്ളത് ഇവരെങ്ങനെ കുട്ടിയടിക്ക? അത് തെറ്റായിട്ടുള്ള ഒരു ഇതല്ലേ. കാറ്റും വെളിച്ചും വരുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതേ അറിയുന്നില്ല. ഇവരെ കയ്യിലാണ് ഇതൊക്കെ ഉള്ളത്. ഈ വരാന്തയും ഈ വഴികളും എല്ലാം സംഭവം ഇവരെ കയ്യിൽ തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? ഒരാള് കോർപ്പറേഷൻ നടക്കൂല. ഇതിപ്പം ഒരു അനധികൃതമായിട്ട് അവർക്ക് എന്ത് ചെയ്തിരിക്കുക, ഒരു അനധികൃതമായ സംഭവമല്ലേ കാണുന്നത്. ഒരിക്കലും സംഭവിക്കേണ്ട കാര്യം സംഭവമാണോ? ആര്യ, അവർ പറയുന്നത് എന്താ എന്ന് വെച്ചാൽ നമുക്ക് കാണാം. ഇപ്പോൾ ഈ കെട്ടിടത്തിലേക്ക് തന്നെ കിടക്കുമ്പോൾ ഈ കെട്ടിടത്തിന്റെ താഴ്ഭാഗത്ത് വിശാലമായ വരാന്ത കാണുന്നുണ്ട്. അതായത് ആളുകൾ ബസ് സ്റ്റാൻഡിൽ നടത്തുകയൊക്കെ ചെയ്യാൻ ആ പോലീസുകാരനൊക്കെ ഇരിക്കുന്ന ഭാഗത്തുള്ള ആ രീതിയിലുള്ള വിശാലമായ വരാന്തയാണ്. അതേ മാതൃകയിൽ തന്നെയാണ് മുകൾ ഭാഗത്തും വരേണ്ടത്. അതായത് ആ ഷട്ടറിന് അപ്പുറം വശത്തേക്ക് ഇതുപോലെ തുറസായ സ്ഥലം, ആളുകൾക്ക് സുഗമമായി നടന്നു പോകുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കാനുള്ള ഒരു ഇടമാണ് അവിടെ ക്രമീകരിച്ചത്. പക്ഷെ ആ ഇടം പൂർണ്ണമായും അടച്ചുകെട്ടി സ്വന്തമാക്കിയിരിക്കുകയാണ്. ആ വെള്ളമൊഴുകുന്ന സ്ഥലത്തിനപ്പുറമുള്ള ഷട്ടറുണ്ട്. ആ ഷട്ടറിന് അകഭാഗത്തേക്കാണ് നിയമാനുസൃതമായി കച്ചവടം ചെയ്യാനായി നൽകുന്നത്. അതും പലപ്പോഴും
ഈ പല ആളുകൾക്കായൊക്കെയാണ്. ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് പല ആളുകൾക്കായി വിരിച്ചു നൽകുമ്പോൾ ഈ താഴെ തന്നെ കാണുന്ന പോലെ മരുന്ന് കടകൾ ഉണ്ടാവാം, മറ്റു ബേക്കറികൾ ഉണ്ടാവാം, ചായക്കടകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കടകൾ നിരനിരയായി വരേണ്ട സ്ഥലമാണ്. പക്ഷെ ഇതെല്ലാം ഒരാള് വാങ്ങി അല്ലെങ്കിൽ ഒരാളുടെ കൈവശം ഈ കെട്ടിടം ഇരിക്കുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അത്തരത്തിൽ അയാൾ അത് സ്വന്തമാക്കിയ ശേഷം അയാളുടേതാക്കി മാറ്റി ആ നിലയെ മാറ്റി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം അതുകൊണ്ട് തന്നെ മറ്റു കടകളൊന്നും അവിടെ ഇല്ല, അല്ലെങ്കിൽ ആ ഭാഗം മൊത്തം അടച്ചുകെട്ടി സ്വന്തമാക്കി വലിയ നിർമ്മിതികളൊക്കെ നമുക്ക് കാണാം. ഈ ഷീറ്റുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അകത്ത് ഇട്ടിരിക്കുന്നു. പുറത്തുനിന്നും കാറ്റും വെളിച്ചവും പോലും അകത്ത് കയറാനാവാത്ത വിധം ആണ് ആ നിർമ്മിതി ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ട് പോലും അതിനുള്ളിലേക്ക് രക്ഷിക്കാൻ സാഹചര്യമുണ്ടായത്. നമുക്ക് ആ റാക്കുകൾ കാണാം. ഈ കോൺക്രീറ്റ് തൂണുകൾ പോലെയുള്ള റാക്കുകളുണ്ട്. ആ റാക്കുകളിൽ തുണി അടുക്കി വെച്ചിരുന്ന ഒരു ഇടമാണ്. ആ റാക്കുകളിലെല്ലാം ഏതാണ്ട് 100-150 മീറ്റർ നീളമുള്ള അത്രയിലധികം വിസ്തൃതിയുള്ള ആ കെട്ടിടത്തിനകത്തെ ഇത്തരം റാക്കുകളിൽ മൊത്തം തുണി അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ തുണിത്തരങ്ങൾക്ക് തീപിടിച്ചപ്പോൾ അത് ഒരു തരത്തിലും ശമിക്കാത്ത രീതിയിലേക്ക് മാറുകയായിരുന്നു. പോളിസ്റ്റർ തുണിയും മറ്റുമാണ്. പ്രത്യേകിച്ചും ഈ യൂണിഫോം തുണികൾക്കായുള്ള തുണികളാണ്, അല്ലെങ്കിൽ യൂണിഫോമിന് വേണ്ടിയുള്ള തുണിത്തരങ്ങളാണ് ഉണ്ടായിരുന്നത്. കോഴിക്കോട് നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ മൊത്ത കച്ചവടക്കാരിൽ ഒരാൾ കൂടിയാണ് ഈ മുകുന്ദൻ എന്നയാൾ. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങൾ ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിടത്തുനിന്ന് തീ പിടിച്ചപ്പോൾ അത് പിന്നെ ആളിക്കത്തി ആ കെട്ടിടത്തെ ഒന്നാകെ വിഴുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. താഴെ ഒരു മെഡിക്കൽ ഷോപ്പാണ്. മെഡിക്കൽ ഷോപ്പിലേക്ക് താഴേക്ക് ഉള്ളിലേക്ക് തീ പടർന്നിട്ടില്ല. പക്ഷെ അതിന് മുൻഭാഗം മുഴുവൻ തകർത്താണ് ഈ മുകളിലേക്ക് കടക്കാനുള്ള ഒരു വഴി പോലും ഉണ്ടാക്കിയത്. എന്തായാലും വളരെ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഇന്നലെ കളക്ടർ തന്നെ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി കളക്ടറോട് 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തെത്തുകയും വളരെ വിശദമായ പരിശോധനകൾ നടത്തുകയും ചെയ്തു. എന്ത് സാഹചര്യമാണ് തീപിടുത്തത്തിലേക്ക് ാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. മറ്റൊന്ന്, അഗ്നിരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല. അനധികൃത നിർമ്മാണങ്ങൾ ഈ തീപിടുത്തത്തിന്റെ തോത് വർദ്ധിപ്പിക്കാൻ എത്രമാത്രം കാരണമായി എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കും. ഈ ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഈ തീപിടുത്തത്തിന് പിന്നിലുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അട്ടിമറി സാധ്യത ഈ തീപിടുത്തത്തിന് പിന്നിലുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം പോലീസും ആരംഭിക്കും. കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ ചില അന്വേഷണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്രയധികം വലിപ്പമുള്ള ഒരു കെട്ടിടം എങ്ങനെ ഇത്തരത്തിൽ മറച്ചുകെട്ടി പൂർണ്ണമായി സ്വന്തമാക്കാൻ ഈ കെട്ടിട ഉടമയ്ക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. 4 വശത്തും നേരത്തെ അവിടെ കൂടിയിരുന്ന പ്രദേശവാസികൾ തന്നെ ഒരുപാട് സുരക്ഷാ വീഴ്ചകൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരുപാട് അഴിമതിയുടെ കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോർപ്പറേഷൻ എന്ത് മറുപടിയാണ് ഇതിനൊക്കെ നൽകുന്നത്? കോർപ്പറേഷൻ ഇത്തരത്തിൽ ഒരു വ്യക്തി തന്നെ ആ കെട്ടിടം ഒന്നാകെ കൈയടക്കി വെച്ചതിനെക്കുറിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെ ഈ കെട്ടിടം പ്രവർത്തിച്ചതിനെക്കുറിച്ചും ഒക്കെ നേരത്തെ തന്നെ ധാരണ അല്ലെങ്കിൽ പരാതി ലഭിച്ചിരുന്നോ? അവരെന്താണ് പ്രാഥമികമായി പറയുന്നത്? കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും അത്തരമൊരു വിശദീകരണം ഉണ്ടായില്ല. പക്ഷേ ഇന്നലെ മേയർ ന്യൂസ് വിമർശന ബുദ്ധിയാണ്. കാരണം ഏതൊക്കെ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഉള്ളിൽ നടത്തിയിരുന്നത്, എന്തുകൊണ്ട് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. MS അനീഷ് കുമാറിന്റെ മൈക്കിൽ ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അനീഷിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ കോഴിക്കോട് മ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ നടന്ന ആ വലിയ തീപിടുത്തം നമുക്കറിയാം. ആ സ്പോട്ടിൽ നിന്നാണ് MS അനീഷ് കുമാർ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, എത്രയോ വലിയ നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. വലിയൊരു കെട്ടിടം മുഴുവൻ ഒന്നാകെ തീ കത്തി നശിക്കുകയായിരുന്നു. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതും ഈ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴും വ്യക്തമല്ലാത്ത കാര്യം. അതിനിടയിൽ പലവിധ ആരോപണങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യം. തീപിടുത്തം ഉണ്ടായതിനു പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടേക്ക് ഓടിയെത്താൻ വൈകി. സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടും തീ അണയ്ക്കാൻ കാലതാമസമുണ്ടായി. അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിവിധ വകുപ്പുകളുടെ സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് സാഹചര്യം കൂടി വന്നിട്ടുള്ളത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് വിവിധ വകുപ്പുകൾ ഈ സ്ഥലത്തേക്കെത്തും. അവിടെ എത്തി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. 2 ദിവസത്തിനകം തന്നെ ഈ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ കൂടിയിരിക്കുന്ന പ്രദേശവാസികൾ അടക്കം നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ കെട്ടിടത്തിന്റെ പ്രവർത്തനങ്ങൾ
വേണ്ട വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ക്രമീകരിച്ചുകൊണ്ടായിരുന്നില്ല, പാലിച്ചുകൊണ്ടായിരുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെയും പരാതികളൊക്കെയും അവിടുത്തെ പ്രദേശവാസികൾ അടക്കം ഉന്നയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അനീഷ്, കേൾക്കാമെങ്കിൽ തുടരാം. ആര്യ, നമുക്ക് രണ്ട് കെട്ടിടങ്ങൾ, അതായത് ഈ കെട്ടിടത്തിന്റെ രണ്ട് നിലകൾ പരിശോധിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് അണയ്ക്കാൻ കഴിയാതെ വന്നത് എന്നത് വ്യക്തമാകും. കാരണം താഴത്തെ നിലയിൽ തുറന്ന മുൻഭാഗങ്ങളുള്ള, തുറന്ന വരാന്തകളുള്ള കെട്ടിടമാണ്. പക്ഷേ അത് മുകളിലേക്ക് നീങ്ങുമ്പോൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അടച്ചു കെട്ടിയ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ ഷട്ടറിട്ട കെട്ടിടത്തിന് മുകൾ വശത്തുള്ള ആ കെട്ടിടം പരിശോധിക്കുമ്പോൾ പൂർണ്ണമായും അടച്ചുകെട്ടി ഇപ്പോൾ അത് പ്ലൈവുഡ് ഷീറ്റുകൾ കൊണ്ട് മറച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. ഒപ്പം ഈ കെട്ടിടത്തിന്റെ മുൻവശത്തേക്ക് വരുമ്പോഴും നമുക്ക് ആ രീതിയിൽ തന്നെയാണ്, അതായത് പുറത്തേക്ക് ഈ തുറസായി കിടക്കേണ്ട ആ സ്ഥലത്തിന്റെ ഭാഗം പൂർണ്ണമായി അടച്ചുകെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ അപകടമുണ്ടാകുമ്പോൾ ഈ കെട്ടിടത്തിന്റെ ഒരു രൂപരേഖ പോലും അധികൃതർക്ക് ലഭ്യമല്ലാത്ത സാഹചര്യം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും ഈ കെട്ടിടത്തിന് ഒരു ബ്ലൂ പ്രിന്റ് ഒന്നും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചൊരു പ്രാഥമിക നിഗമനം പോലും എത്താത്ത അവസ്ഥയിലായിരുന്നു. ഇനിയിപ്പോൾ ബ്ലൂ പ്രിന്റ് ലഭിച്ചാൽ പോലും ആ ബ്ലൂ പ്രിന്റ് പ്രകാരമല്ല ഈ കെട്ടിടത്തിന്റെ പൂർണ്ണമായ ഒരു ലേഔട്ട് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ താഴെ തുറസായി കിടക്കുന്ന സ്ഥലമാണെങ്കിൽ മുകളിൽ ഏതാണ്ട് കൺസീൽഡായി അടച്ചുകെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ഈ കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴും പൂർണ്ണമായും തുറന്നു കിടക്കേണ്ട ഇടങ്ങൾ അടച്ചുകെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ ഉള്ളത്. പുറത്ത് ഭാഗങ്ങൾ പൂർണ്ണമായി തന്നെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതാണ് ഈ അപകടമുണ്ടായപ്പോൾ ഒരു ക്വിക്ക് റെസ്പോൺസ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു പ്രതിരോധത്തിന് കഴിയാതെ വന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇടങ്ങളൊക്കെ ഈ AC ഡക്റ്റുകളുണ്ട്. അതിനു ചുറ്റും ഈ ലോഹം കൊണ്ട് നിർമ്മിച്ച ഒരു മതിൽ പോലെ അല്ലെങ്കിൽ ഒരു മറ പോലെ നിൽക്കുന്നു. ആ ഭാഗങ്ങളിലേക്കൊന്നും ഈ തീ പിടുത്തമുണ്ടായപ്പോൾ അണയ്ക്കാൻ നോക്കിയെങ്കിൽ പോലും ഈ വെള്ളം അകത്തോട്ടൊരു തരത്തിലും ചെല്ലാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിലായ അല്ലെങ്കിൽ വിശദമായ ഒരു പരിശോധനയിലേക്ക് തന്നെ ഇപ്പോൾ കടക്കേണ്ടിയിരിക്കുന്നു. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു ഇന്നലെ. അവിടുത്തെ ആ സ്പോട്ടിൽ നിന്നാണ് അനീഷ് വിവരങ്ങൾ കൈമാറുന്നത്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എത്രത്തോളം വലിയ നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. ആ കെട്ടിടം, അത്രത്തോളം വലിയ കെട്ടിടം ഒന്നാകെ നശിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്നലെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായത്. പ്രദേശത്ത് വിവിധ വകുപ്പുകളുടെ പരിശോധന നടക്കും. തീയണയ്ക്കാൻ വീഴ്ചയുണ്ടായെന്ന ആരോപണവും ഒക്കെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാകും എന്നുള്ളതാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.